DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാസം 5000 രൂപ വരെ നിങ്ങൾക്ക് പെൻഷനായി ലഭിക്കുന്ന പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാർക്കായി കേന്ദ്ര സർക്കാർ 2015 ആവിഷ്കരിച്ച ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. വിരമിക്കൽ കാലത്ത് കൃത്യമായ മാസവരുമാനം ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കർഷകർ, കൂലിപ്പണിക്കാർ, ഓട്ടോ ഡ്രൈവർമാർ തുടങ്ങിയ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത വിഭാഗങ്ങൾക്ക് ഈ സ്കീം വലിയൊരു ആശ്വാസമാണ്. IT കമ്പനികളിലോ വലിയ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർക്ക് PF, NPS തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ സമൂഹത്തിലെ കർഷകർ, ഓട്ടോ ഡ്രൈവർമാർ, കൂലിപ്പണിക്കാർ തുടങ്ങിയ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വിരമിക്കുമ്പോൾ ഇത്തരം സുരക്ഷാ പദ്ധതികൾ കുറവാണ്. അവർക്ക് വേണ്ടിയാണ് സർക്കാർ ഈ സ്കീം പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അടൽ പെൻഷൻ യോജന പൂർണ്ണമായും സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒന്നായതിനാൽ ഇതിൽ നിക്ഷേപിക്കുന്ന തുക സുരക്ഷിതമാണ്. വിപണിയിലെ മാറ്റങ്ങളോ സാമ്പത്തിക മാന്ദ്യമോ പെൻഷൻ തുകയെ ബാധിക്കില്ല എന്ന ഗ്യാരണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. 60 വയസ്സ് തികയുന്ന സമയം മുതൽ ഗുണഭോക്താവിന് മാസം തോറും തിരഞ്ഞെടുത്ത പ്ലാൻ അനുസരിച്ചുള്ള പെൻഷൻ ലഭിച്ചു തുടങ്ങും. ഈ പദ്ധതിയിൽ 1000 രൂപ മുതൽ 5000 രൂപ വരെ ലഭിക്കുന്ന വ്യത്യസ്ത പ്ലാനുകൾ ലഭ്യമാണ്. നാം എത്ര നേരത്തെ ഈ പദ്ധതിയിൽ ചേരുന്നുവോ അത്രയും കുറഞ്ഞ തുക മാസം നിക്ഷേപിച്ചാൽ മതിയാകും. അതായത് പ്രായം കൂടുന്തോറും പ്രതിമാസം അടയ്ക്കേണ്ട പ്രീമിയം തുകയിലും വർധനവുണ്ടാകും. ഏറ്റവും ഉയർന്ന പ്ലാനായ 5000 രൂപയുടെ പെൻഷൻ ലഭിക്കാൻ 18 വയസ്സുള്ള ഒരാൾ പ്രതിമാസം 210 രൂപയാണ് നിക്ഷേപിക്കേണ്ടത്. അതായത് ദിവസേന വെറും 7 രൂപ. പിന്നീട് 60 വയസ്സ് മുതൽ ജീവിതകാലം മുഴുവൻ 5000 രൂപ പെൻഷൻ ലഭിക്കും. നിങ്ങൾ നിക്ഷേപിച്ച ആകെ തുക വെറും 21 മാസത്തെ പെൻഷൻ കൊണ്ട് തിരികെ ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി 30 വയസ്സിലാണ് ഒരാൾ ഈ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ 5000 രൂപ പെൻഷനായി പ്രതിമാസം 577 രൂപ നിക്ഷേപിക്കേണ്ടി വരും. നിക്ഷേപിച്ച ആകെ തുക ഏകദേശം 41 മാസത്തെ പെൻഷൻ തുകയിലൂടെ തിരികെ ലഭിക്കും. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതേ പെൻഷൻ തുക പങ്കാളിക്കും, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനും ജീവിതകാലം മുഴുവൻ ലഭിക്കും. ഇനി ഇരുവരും മരണപ്പെട്ടാൽ പദ്ധതിയിൽ ചേരുന്ന സമയത്ത് നൽകിയിട്ടുള്ള നോമിനിക്ക് 8.5 ലക്ഷം രൂപ വരെ, അതായത് 5000 രൂപയുടെ പ്ലാനാണെങ്കിൽ ഒറ്റത്തവണയായി തിരികെ നൽകുന്നതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10000 രൂപയുടെ പ്ലാൻ തിരഞ്ഞെടുക്കാം. 18 വയസ്സുള്ള ഒരാൾക്ക് പ്രതിമാസം വെറും 42 രൂപ നിക്ഷേപിച്ചാൽ 60 വയസ്സിന് ശേഷം 1000 രൂപ പെൻഷൻ ലഭിക്കും. 18നും 40നും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഇതിനായി ബാങ്ക് അക്കൗണ്ടോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടോ നിർബന്ധമാണ്. കൂടാതെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം. എന്നാൽ ഇൻകം ടാക്സ് അടക്കുന്നവർക്ക് പദ്ധതിയിൽ പുതുതായി ചേരാൻ സാധിക്കില്ല. ഇത് പൂർണ്ണമായും സാധാരണക്കാർക്കും താഴ്ന്ന വരുമാനക്കാർക്കും വേണ്ടിയുള്ളതാണ്. ഈ പദ്ധതിയിൽ ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷിക്കാം. ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയോ മൊബൈൽ ആപ്പുകൾ വഴിയോ ബാങ്ക് പോർട്ടലുകളിൽ കയറി അടൽ പെൻഷൻ യോജന തിരഞ്ഞെടുത്ത് നോമിനി വിവരങ്ങൾ നൽകി പെൻഷൻ തുക നിശ്ചയിക്കാം. ഓൺലൈൻ സൗകര്യമില്ലാത്തവർക്ക് നേരിട്ട് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ പോയി അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. അപേക്ഷ നൽകുമ്പോൾ ഓട്ടോ ഡെബിറ്റ് സൗകര്യം ആക്ടിവേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതുവഴി എല്ലാ മാസവും കൃത്യമായ അക്കൗണ്ടിൽ നിന്ന് തുക പദ്ധതിയിലേക്ക് മാറുകയും പ്രീമിയം അടവ് മുടങ്ങാതെ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ചുറ്റുമുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുന്നത് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. അതിനാൽ ഈ ഒരു അറിയിപ്പ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.